ഞാൻ ചോദിച്ചതിന് മാഷ് ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാനും അത് ആലോചിക്കുന്നത്. ആതിരയുടെ ആവശ്യത്തിന് പെട്ടെന്ന് പൈസ ആവശ്യം വന്ന ഈ വീട് പണയപ്പെടുത്തുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഞാൻ കാണുന്നില്ല. എങ്കിലും അത് തികയോന്നുള്ളത് നോക്കണം. നെല്ലിശ്ശേരിക്കാരുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് അവർക്ക് തീരുമാനം എടുത്താൽ മാത്രം മതി. നമ്മൾ അങ്ങനെയാണോ? സച്ചിയുടെയും അർച്ചനയുടെയും കാര്യം വേഗം തീരുമാനിച്ച് പറഞ്ഞപ്പോഴേക്കും ഓടി നടന്ന് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ നടത്താൻ പറ്റി. പക്ഷെ ഇത് അതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തീരുമാനിച്ചാലും കുറച്ച് സാവകാശം നമ്മൾ ചോദിക്കണം. അങ്ങനെ സാവകാശം ചോദിച്ച് നീട്ടിവെക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. വിവാഹം, കുഞ്ഞ്, വീട്, ഈ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നടന്നിരിക്കണം. നീട്ടിവെച്ചാ പിന്നെ നമ്മുടെ സമയത്ത് ഈശ്വരൻ നടത്തിത്തരണമെന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാച്ചാ എല്ലാവരുടെയും ആഗ്രഹം. നിവർത്തികേട് കൊണ്ടല്ലേ സാവകാശം ചോദിക്കണമെന്ന് പറയുന്നത്. നീ എന്താ മിണ്ടാതെ നടക്കുന്നേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ, നിങ്ങളെല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അർച്ചന മാത്രം വിചാരിച്ചാ പോരെ ഇതിന്? അർച്ചനയുടെ കൂടെ അനിയത്തിയല്ലേ, അർച്ചന ഈ വിവാഹം നടത്തി കൊടുക്കട്ടെ. നീ എന്താ മീര ഈ പറയുന്നത്? അതിന് അവളുടെ കയ്യിൽ എവിടുന്ന പൈസ? ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊന്നും ബുദ്ധിയില്ലാന്ന്. അർച്ചനയുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ അർച്ചനയെ കൊണ്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിക്കണം. ആതിര എന്റെ അനിയത്തിയാണെന്ന് പറയുന്ന പോലെ സച്ചിയുടെ അനിയത്തിയല്ലേ. വിവാഹം കഴിക്കാൻ പോകുന്നത് അനിയനും. സച്ചി ഈ വിവാഹത്തിന് മുടക്കുന്ന പണത്തിന്റെ വലിയൊരു ശതമാനം നെല്ലിശ്ശേരിയിലേക്കല്ലേ തിരികെ ചെല്ലുന്നത്. ആർക്കും മനസ്സിലായില്ലല്ലേ? ഉദാഹരണത്തിന് നമ്മൾ ഒരു 25 പവൻ ആതിരയ്ക്ക് കൊടുക്കുന്നു എന്ന് കരുത്. ആ 25 പവൻ സച്ചി വാങ്ങിത്തരുന്നു. ആതിര ആ സ്വർണ്ണം ഇട്ട് കയറി ചെല്ലുന്നത് അവരുടെ കുടുംബത്തിലേക്കല്ലേ. അപ്പൊ അവർക്ക് നഷ്ടമില്ല, നമുക്ക് നഷ്ടപ്പെടാനുമില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊള്ളാം, നല്ല കുരുട്ടുബുദ്ധി. കുറച്ച് ഉളുപ്പില്ലായ്മയുണ്ട്. അർച്ചനയുടെ സ്ഥാനത്ത് പക്ഷേ നീ ആയിരിക്കണമായിരുന്നു. അതെ, തഞ്ചത്തിൽ ഇതൊക്കെ ഒപ്പിക്കാനും പഠിക്കണം. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് സച്ചിയുടെ മുന്നിൽ ഒന്ന് കൈ നീട്ടുന്നതിന് എന്താ കുഴപ്പം? എല്ലാരും കൂടി ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആതിരയുടെ കാര്യത്തിന് നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടണോ സച്ചിയുടെ മുന്നിൽ മാത്രം കൈനീട്ടിയാ മതിയൊന്ന്? അച്ഛനും അമ്മയ്ക്കും ആ അഭിപ്രായം തന്നെയാണോ? എങ്കിൽ പറഞ്ഞാ മതി. സച്ചിയോട് പൈസ ചോദിക്കണമെന്ന് എനിക്കില്ല. അവരൊരു തീയതി നിശ്ചയിച്ച് പറഞ്ഞാൽ നമ്മുടെ അസൗകര്യം കാരണം അത് നീളരുത്. കടം വാങ്ങിച്ചോ വീട് പണയം വെച്ചോ എന്ത് ചെയ്തിട്ടാലും അത് നടത്തണം, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാനപ്പോൾ ഉണ്ടാവും. എല്ലാം മുന്നിൽ നിന്ന് നടത്തുകയും ചെയ്യും. അതിന് ഈ നാട്ടിലുള്ള എല്ലാവരോടും തെണ്ടേണ്ടി വന്നാലും അച്ഛൻ്റെ ഭർത്താവിന്റെ മുന്നിൽ നടുവളഞ്ഞു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കുകയില്ല. നാളെ നെല്ലിശ്ശേരി പോകേണ്ട ദിവസം. നീയായിട്ട് ഒഴുങ്ങി നിന്ന അതവിടെ എല്ലാവരും ചോദിക്കും. നമ്മുടെ ആതിരമോളുടെ കാര്യമില്ലടാ മോനെ. നീ ഇല്ലാതെ അവൾക്ക് സന്തോഷം ഉണ്ടാവുമോ? അതുകൊണ്ട് നീയും കൂടെ വാ മോനെ. ശരി. സച്ചേട്ടൻ നേരത്തെ എഴുന്നേറ്റ് പോയോ? പോയി. സച്ചി രാവിലെ ജോഗിങ്ങിന് പോയി. ദാ ചായ കുടിക്ക്. രാവിലെ താഴേക്കൊന്നും കണ്ടില്ല, അതാ ഞാൻ ചായയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അർച്ചനയ്ക്ക് എന്തു പറ്റി? ക്ഷീണം വല്ലതും? ആ പിന്നെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊരു കാര്യം കൂടി പറയാനാ. അതെന്താണെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എങ്കിലും ഞാനത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയേ ഉള്ളൂ. ഇന്ന് രാത്രിയാണ് ഗെറ്റ് ടുഗെദർ. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് എന്നെയും വെല്ലുവിളിച്ച് മെനക്കെട്ട് നടക്കാതെ ആ സമയത്ത് നീ നിന്റെ അനിയത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അതല്ല
ആ പാഴ്മോഹത്തിന് പിന്നാലെ നീ ഇനിയും ചൂട്ടുപിടിച്ചിറങ്ങുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ വീട്ടിലൊരു മരണം നടക്കും. എന്റെ തീരുമാനത്തിനപ്പുറം വേറൊരാളുടെ നാവ് പൊങ്ങിയ പൊട്ടിച്ചിരികൾ മാത്രം ഉയരേണ്ടടുത്ത് നിലവിളികൾ ഉയരും. ഹൃദയം തകർന്ന് മരണപ്പെട്ട സേതുമാധവന്റെ ശരീരം ഈ വീട്ടിലെ വിശാലമായ ഹാളിൽ നെഞ്ചത്തൊരു റീത്തും വെച്ച് തെക്കോട്ട് കിടത്തും ഞാൻ. നിന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല മോളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുപോലെ അങ്ങ് ചെയ്തേക്ക്. അല്ലെങ്കിൽ വൃന്ദാവനം എന്ന വീട് ചുട്ടെരിച്ചു കളയും ഞാൻ. എന്റെ വാക്കിനും പ്രവൃത്തിക്കും വിപരീതമായി ചെറുവിരലനക്കിയ ആ വിരല് മാത്രമല്ല, ആളെ തന്നെ ഇല്ലാതാക്കി കളയും ഞാൻ. ഓർത്തോ? ഫോൺ അയാളുടെ ചെവിയിലേക്ക് വെച്ചുകൊടുക്ക. ഞാനാ അവന്തിക. ഒരു വിശേഷം പറയാനാ ഇപ്പൊ വിളിച്ചത്. നിങ്ങളുടെ അനിയൻ സച്ചിയും ഭാര്യ അർച്ചനയും വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്നു. ആദ്യായിട്ടാ ഈ വീട്ടില് ഞാനറിയാതെ ഒരു ദുരന്തം നടക്കാൻ പോകുന്നത്. ഞാനിത് പറയുമ്പോഴുള്ള നിങ്ങളുടെ മുഖഭാവം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കെട്ടഴിച്ചു വിടറ എന്നെ. കെട്ടഴിക്കാൻ എനിക്ക് അവളെ ഒന്ന് കാണണം. സച്ചിയുടെ അർച്ചനയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമില്ല? തെളിവ് ഞാൻ നേരിട്ട് കാണിക്കാം. ബാക്കി നേരില്ല. ഇന്ന് തന്നെ നമുക്ക് കാണാം. ഹലോ ഹലോ, എന്റെ ഈ കെട്ടൊന്ന് അഴിച്ചുവിട്. അഴിച്ചുവിടാൻ വിടാൻ. ഓട്ടോ ഓട്ടോ ചേട്ടാ, ആ കറുത്ത വണ്ടിയുടെ പുറകെ ഒന്ന് പോവോ? ആ കയറുക. ചേട്ടാ, കുറച്ചുകൂടി വേഗം പോയേ.
ചേട്ടൻ എന്തിനാ നിർത്തിയേ? ആ വണ്ടി എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ലല്ലോ. ചേട്ടനും കണ്ടില്ലേ? മോള് നോക്കിയില്ലേ? ഞാൻ കണ്ടില്ല. ഇവിടെ വലത്തോട്ടുണ്ട് ഇടത്തോട്ടുണ്ട് വഴി. ഏത് വഴിയാ പോയെന്നറിയോ? എനിക്കറിയില്ല മോളെ, അതുകൊണ്ടല്ലേ ഞാൻ വണ്ടി നിർത്തിയത്. നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ വന്നായിരുന്നെങ്കിൽ കിട്ടിയാന്. എന്റെ മോളെ, ആ കാറിന്റെ പുറകിൽ ഈ ഓട്ടോ ഓടിയ എത്തില്ല. വാ നമുക്ക് തിരിച്ചു പോവാം. ആ ഇതെന്താണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ അനിയനും ഭാര്യയും വേർപിരിയാൻ പോകുന്നു. സത്യം പറയാലോ, ഈ കാര്യത്തിൽ എനിക്ക് മനസ്സാ വാചാ കർമ്മണ ഒരു ബന്ധവുമില്ല. ഇത് അവരായിട്ടെടുത്ത തീരുമാനം. സച്ചിയെ അർച്ചനെ കൊണ്ട് കെട്ടിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനാ. അപ്പോ അവര് വേർപിരിയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും ഞാനാവണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഇനി അവൾ അവനെ ഡിവോഴ്സ് ചെയ്ത് അവൻ വേറൊരുത്തിയെ കെട്ടി അതിൽ കുഞ്ഞുങ്ങളുണ്ടായാ എനിക്ക് പണിയാവും. ഒന്നിലും പെടാത്ത ഒരു പാവം പയ്യന്റെ ജീവൻ കൂടി എടുക്കേണ്ടി വരും ഈ കൈകൊണ്ട്. അച്ചിക്കൊരു അവകാശി ഉണ്ടായി സ്വത്തെല്ലാം ഭാഗം വെക്കുമ്പോ ആ അവകാശിക്ക് കൊടുക്കേണ്ടി വരുന്ന കരുതിയാ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത അർച്ചനെ സച്ചിയെ കൊണ്ട് കെട്ടിച്ചത്. അപ്പതാ അവര് പിരിയാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്റെ അനഘയുടെ വിവാഹം കഴിഞ്ഞാലുടൻ ഭാഗം വെപ്പാ. കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കും. എന്നിട്ട് എന്റെ അനിയത്തിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ എല്ലാത്തിന്റെയും കയ്യിൽ നിന്ന് തിരിച്ചെഴുതി വാങ്ങുകയും ചെയ്യും. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടെ പറയാനാ. സന്ദീപിന്റെ അനഘയുടെയും വിവാഹം ഇന്ന് സേതുമാധവൻ എല്ലാവരുടെയും മുന്നിൽ അനൗൺസ് ചെയ്യും. അനഘയുടെ കഴുത്തിൽ താലി വീഴുന്നതോടെ പിന്നങ്ങോട്ട് ഈ അവന്തികയുടെ തേരോട്ടമാ. ആ തേരോട്ടം കഴിയുമ്പോ നെല്ലിശ്ശേരിയിൽ ആർക്കും ജീവൻ ഉണ്ടാവില്ല. ആയുർരേഖയില് ഒരു കരിനിഴൽ വീണു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനങ്ങനെ നിസ്സാരായി കൊല്ലില്ല. പൂജ്യ പിതാവും സഹോദരങ്ങളും ജീവനറ്റ് കിടക്കുന്ന വാർത്ത നീ കേൾക്കണം. ആ ദുരന്ത കാഴ്ച നീ കാണണം. അതിനുവേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചു വെച്ചോ നീ. ഇന്നത്തെ സൂര്യാസ്തമയം ഈ അവന്തികയ്ക്കുള്ളതാ. എന്റെ അനിയത്തി വഴി നെല്ലിശ്ശേരി കുടുംബത്തിന്റെ ആണിക്കല്ല് തോണ്ടും ഞാൻ. എല്ലാത്തിനും ഇന്ന് രാത്രിയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവും. അവന്തികടുത്ത് ആരെ കാണാനായിരിക്കും പോയത്? അവന്തികടുത്തേക്ക് അത്ര അടുത്തറിയാവുന്ന ആൾ അതാരായിരിക്കും? ഏട്ടത്തി എവിടെ പോയിരുന്നു? ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാനൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോയതാ. ബന്ധുക്കളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. ഞാനാണേലും റെഡി ആവാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ഏട്ടത്തി വന്ന് എന്നെ ഒന്ന് സഹായിക്കുന്നേ. വാ. അനഘേ, എന്താ ഏട്ടത്തി? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? സന്ദീപിന്റെ നിന്റെ വിവാഹകാര്യം പറയാനാ അച്ഛൻ ഈ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അതെനിക്കറിയാം. ആ എക്സൈറ്റ്മെന്റിലാ ഞാനും. നീ എപ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റി സന്ദീപിനോട് സംസാരിച്ചിട്ടുണ്ടോ? ആദ്യം അങ്കിൾ അത് അനൗൺസ് ചെയ്യട്ടെ, എന്നിട്ട് സംസാരിച്ച പോരെ? പോരാ. എല്ലാവരെയും എല്ലാം അറിയിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു മുടക്കമുണ്ടായാ അത് വലിയൊരു വിഷമാവും എല്ലാവർക്കും. ഏട്ടത്തി പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലാവും. എനിക്ക് സന്ദീപിനെ ഭയങ്കര ഇഷ്ടാ. അത് അവന് നന്നായിട്ട് അറിയാം.
പിന്നെ അങ്കിള് തീരുമാനിച്ച പ്രപ്പോസൽ ആയതുകൊണ്ട് സന്ദീപ് എതിർപ്പൊന്നും പറയുമെന്ന് തോന്നില്ല. വിവാഹം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നടക്കേണ്ട ഒന്നാണോ അനക്കെ? നീയും സന്ദീപും ആദ്യമേ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ട് വേണ്ടേ ബാക്കിയൊക്കെ തീരുമാനിക്കാൻ? ഞാൻ സന്ദീപിനോട് സംസാരിച്ചപ്പോൾ അവന് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നിയത്. നീയും ആതിരയും എനിക്ക് ഒരുപോലെയാ. വലിയ പ്രതീക്ഷകളോടെ ഇരുന്നിട്ട് പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരരുതെന്ന് വിചാരിച്ചാ ഞാൻ പറയുന്നത്. ഞാനും ആതിരയും ഏട്ടത്തേക്ക് ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സന്ദീപിനെ ആതിരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നത്? ഏട്ടത്തെ എന്താ കരുതിയിരിക്കുന്നത്? സന്ദീപ് ആതിരയും തമ്മിൽ സ്നേഹമാണെന്ന് എനിക്കറിയില്ലെന്നോ? എന്നാ കേട്ടോ, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാ അനഘ ഇതിനായി തയ്യാറെടുക്കുന്നത്. അനിയത്തിയോട് പറഞ്ഞേക്ക് സന്ദീപിനോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കാണണ്ടെന്ന്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടാലും അത് വെറും ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറുകയേ ഉള്ളൂ. നേരത്തെ പറയുന്നത് കേട്ടു, വിവാഹത്തിന് മുൻപ് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന്. അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടാണോ ഏട്ടത്തി സച്ചിയേട്ടനെ വിവാഹം കഴിച്ചത്? അപ്പോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരരുത്. ഉപദേശിക്കാൻ വന്നതല്ല അനഘേ. നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. സ്നേഹിക്കുന്നതും പരസ്പരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും സന്ദീപും ആതിരയാ. ആതിര എൻ്റെ അനിയത്തി അല്ലെങ്കിലും ഞാൻ ഇത് തന്നെ പറയും. നിങ്ങൾ ഒരാൾക്ക് ആഗ്രഹം സഫലമാകുമ്പോൾ മറ്റൊരാൾക്കതൊരിക്കലും മാറാത്ത മുറിവാകും അത്. ഏത് നടന്നാലും എനിക്ക് സന്തോഷം ഉണ്ടാവുന്ന പോലെ തന്നെ സങ്കടം ഉണ്ടാവും. എങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സൊന്നായവർ ഒന്നിക്കണമെന്നാ. മറ്റൊരാളുടെ കൈയിരിക്കുന്ന ഒന്നിനെ തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തമാക്കുമ്പോൾ അതിലെ ന്യായവും യോഗ്യതയും കൂടി കണക്കൂട്ടി നോക്കണം. നിർത്ത്. എന്റെ യോഗ്യത അളക്കാനും ഞാൻ ചെയ്യുന്നതിന്റെ ന്യായവും അന്യായവും കണ്ടുപിടിക്കാനും അർച്ചനേട്ടത്തി ബുദ്ധിമുട്ടണമെന്നില്ല. വൃന്ദാവനത്തിലെ അർച്ചനയുടെ അനിയത്തി ആതിരയേക്കാൾ യോഗ്യത നെല്ലിശ്ശേരിയിലെ അവന്തികയുടെ അനിയത്തി അനഘയ്ക്കുണ്ട്. എന്റെ സന്ദീപിനെ മയക്കിയെടുത്തതും പോരാ, സന്ദീപിനോട് ഈ നാട്ടിലെ പല പെൺകുട്ടികൾക്ക് ഇഷ്ടം കാണും. അതിന്റെ ഒന്നും കണക്കെടുക്കാൻ ഞാൻ പോകുന്നില്ല. എന്നെ ഉപദേശിച്ച് മനസ്സ് മാറ്റി ആതിരയെ സന്ദീപിന്റെ ഭാര്യാസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണോ അർച്ചനടുത്ത് എന്നോട് സംസാരിക്കുന്നത്? അങ്ങനെ വാക്ക് കൊടുത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ആതിരയ്ക്ക് അവളുടെ ചേച്ചിയെ വിശ്വാസമുള്ള പോലെ തന്നെ എനിക്ക് എന്റെ ചേച്ചിയും വിശ്വാസമുണ്ട്. എന്റെ ചേച്ചി എനിക്ക് വാക്ക് തന്നതാ സന്ദീപിനെ എനിക്ക് തരുമെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരരുതെന്ന്. സന്ദീപ് എനിക്കുള്ളതാ, ഈ അനഘയ്ക്ക് മാത്രമുള്ളത്. വൃന്ദാവനത്തിലെ അർച്ചനയുടെ അനിയത്തി ആതിരയേക്കാൾ യോഗ്യത നെല്ലിശ്ശേരിയിലെ അവന്തികയുടെ അനിയത്തി അനഘയ്ക്കുണ്ട്. മര്യാദയ്ക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വരരുതെന്ന്. ഇനിയും ഇത് ആതിരയിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ല. വലിയ പ്രതീക്ഷകളുമായിട്ട് അവൾ വന്നിട്ട് അവക്കത് തീരെ വേദനയാവരുത്.
ചേച്ചി